എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ് അല്ലെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലരും ട്രയൽ അലോട്ട്മെന്റ് +1 വന്നു കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാർക്കും വളരെ ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വിചാരിച്ച അതേ സ്കൂള് അവർ ആഗ്രഹിച്ച പോലെ അവർക്ക് കിട്ടി. അപ്പൊ അവര് വിളിച്ചു പറഞ്ഞു, സാറേ ഞാൻ വളരെ ലക്കിയാണ്, ലേറ്റ് ആയിട്ട് സമയം 4 മണി 5 മണിക്കൊക്കെയാണ് ട്രയൽ അലോട്ട്മെന്റിന്റെ റിസൾട്ട് വരാന്ന് പറഞ്ഞപ്പോ നേരത്തെ തന്നെ ട്രയൽ അലോട്ട്മെന്റിന്റെ റിസൾട്ട് വന്നു, ഞങ്ങൾ ആഗ്രഹിച്ച അതേ സ്കൂളില് എനിക്ക് പഠിക്കാനായിട്ടുള്ള അവസരം കിട്ടി. കുറെ ആൾക്കാർ വളരെ ഹാപ്പി ആയിട്ട് സംസാരിച്ചു. വേറെ രണ്ടാമത്തെ ഒരു കാറ്റഗറിയിലുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നിരാശയായിരുന്നു അവർക്ക്. അവര് പറഞ്ഞ കാര്യം, അലോട്ട്മെന്റിലെ സീറ്റൊക്കെ കിട്ടി, എന്നാലും മോൾ ആഗ്രഹിച്ച സ്കൂളായില്ലേ സാറേ, ദൂരം കൂടുതലാ, ഇനിയിപ്പോ എന്താ ചെയ്യാ എന്നുള്ളത് ആലോചിച്ചിട്ട് ആള് ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. ഇനി ഇതിനെക്കാട്ടും പാനിക് മോഡ് എന്ന് പറയുന്നത് മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. അവർക്ക് ഈ ട്രയൽ അലോട്ട്മെന്റിന്റെ ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോ ഒറ്റ ഒരു സ്കൂളിൽ പോലും അലോട്ട്മെന്റ് ആയിട്ടില്ല. പതറ്റിക് കണ്ടീഷൻ അല്ലെ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെ കുറിച്ച് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതിന്റെ പേരെന്താ? ട്രയൽ എന്നാണ് പേര് അല്ലെ. അല്ലാതെ ഇത് ഒരു ഒറിജിനൽ അലോട്ട്മെന്റ് ആണോ? ഒരിക്കലും അല്ല. അപ്പൊ ഇതിന്റെ പേര് തന്നെ ട്രയൽ അലോട്ട്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാനുണ്ട്. നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ചിലപ്പം ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അതായത് ഏതെങ്കിലും ഈ അപ്ലിക്കേഷനിൽ മിസ്റ്റേക്ക് ഉണ്ടാവും, എന്തെങ്കിലും എറേഴ്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തുണ്ടാവണം, നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിലേക്ക് കടക്കാനായിട്ട് പോവാണ്. അടുത്തതായിട്ട് സെക്കൻഡ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. അവര് നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ് എന്നുള്ള ടീമാണ് അല്ലെ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ ഉണ്ടാവും അല്ലേ. അവിടെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കമ്പ്യൂട്ടറിൽ എന്തുണ്ട്, വ്യൂ റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതില് നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂളില് ഏറ്റവും അവസാനം കിടക്കുന്ന ഒരു റാങ്ക് ഏതാന്ന് നോക്കാം. ഒരു ഉദാഹരണം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം കിടക്കുന്ന റാങ്ക് എന്ന് പറയുന്നത് 45 ആണെന്ന് വിചാരിക്കാം. എന്റെ റാങ്ക് വന്നിട്ടുള്ളത് 64 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, കിട്ടാൻ ഇനി സാധ്യത കൂടുതലാണ് എന്നർത്ഥം അല്ലെ. ഫസ്റ്റ് അലോട്ട്മെന്റ് ഉണ്ട്, സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ട്, തേർഡ് അലോട്ട്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ പ്രക്രിയ ഉണ്ടാവും അല്ലെ. ഫില്ല് ചെയ്യാത്ത സീറ്റുകളിലേക്ക് കയറി പോകാൻ പറ്റും. അപ്പൊ അത് കാരണം കൊണ്ട് എന്തുണ്ട്, ഇവരോട് എനിക്ക് പറയാനുള്ളത് വ്യൂ റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് സാധ്യതയുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യാനായിട്ട് നോക്കാം. ഇനി സംശയം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂ റാങ്ക് ഡീറ്റെയിൽസ് നോക്കിയതിന് ശേഷം എന്നെ വിളിച്ചോ. 9188142143 ഇതാണ് എന്റെ നമ്പർ. 9188142143. അപ്പൊ നമ്മള് കൊടുത്തിട്ടുള്ള ചിലപ്പോ ഓർഡർ ഉണ്ടാവും ഇല്ലേ. ഏറ്റവും ആദ്യം ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂളാണ് വെക്കേണ്ടത്. ചിലപ്പോ ഓർഡറിൽ എന്തെങ്കിലും മാറി കിടക്കുന്നുണ്ടാവും. ഇനി നിങ്ങൾക്ക് ചിലപ്പോ ഇതിൽ കൊടുക്കാത്ത പുതിയ സ്കൂള് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുതിയ സ്കൂള് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട സ്കൂളിലത്തെ റാങ്ക് ഒക്കെ എങ്ങനെ കിടക്കണേന്നുള്ളത് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലെ. ഇതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യേണ്ട ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അവർ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ തീർച്ചയായിട്ടും സർട്ടിഫിക്കറ്റ് ഒക്കെ ആഡ് ചെയ്ത് നമ്മളുടെ ഈ ഒരു അലോട്ട്മെന്റിൽ എന്തുണ്ടാവണം, നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ശ്രദ്ധയാണ്. എഡിറ്റ് ചെയ്യുമ്പോൾ എല്ലാം എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫൈനൽ കൺഫർമേഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പൊ ഈ ഫൈനൽ കൺഫർമേഷൻ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവുക, നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ ഈ അലോട്ട്മെന്റ് പ്രക്രിയയിൽ തന്നെ കയറാൻ പറ്റാണ്ട് വരും. അപ്പൊ അത് കാരണം കൊണ്ട് എഡിറ്റ് ചെയ്യുന്ന ആൾക്കാര് കൃത്യമായിട്ട് ഫൈനൽ കൺഫർമേഷൻ എന്ന് പറയുന്നത് ചെയ്യാനായിട്ട് മറക്കാനായിട്ട് പാടില്ല. ഇനി നമ്മളെ തേർഡ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. അവരടുത്ത് പറയാനുള്ള എന്താ, ഇത് ട്രയൽ മാത്രമാണ്, ഇതൊരു കൺഫർമേഷൻ അല്ല. ചില പേരൻസ് കുട്ടികളെ ശകാരിച്ചു, ട്രയൽ അലോട്ട്മെന്റിൽ നിന്റെ പേരൊന്നും വന്നിട്ടില്ലല്ലോടാ, ഇനി നിനക്ക് ഏതെങ്കിലും സ്കൂള് കിട്ടാണ്ടിരിക്കുമോ
എന്നൊന്നും പിള്ളേരുടെ അടുത്ത് പറയാൻ പാടില്ല. ഇത് ഒരു ട്രയൽ അലോട്ട്മെന്റ് അല്ലേ. അപ്പൊ ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം അനലൈസ് ചെയ്യേണ്ടത് നമുക്ക് എന്തുകൊണ്ടാണ് ഈ അലോട്ട്മെന്റ് കിട്ടാണ്ടിരുന്നതെന്നാണ് അല്ലെ. ഇതെങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക? നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു സ്കൂളിന്റെ റാങ്ക്, ലാസ്റ്റ് റാങ്ക് ചെക്ക് ചെയ്യാൻ പറ്റും അല്ലെ. എങ്ങനെയാ? വ്യൂ റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് അലോട്ട്മെന്റ് എത്രയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മളുടെ റാങ്ക് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുക. വളരെ ദൂരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സ്കൂൾ നമ്മൾ ഇടണ്ട. എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്കൂളുകളുടെ ലിസ്റ്റ് നമ്മൾ പുതിയത് ആഡ് ചെയ്യാം. അപ്പൊ കൂടുതൽ സ്കൂളിന്റെ ഓപ്ഷൻസ് നിങ്ങൾ കൊടുക്കുക. ചിലവരെന്ത് ചെയ്തിട്ടുണ്ടാവും, എനിക്ക് ഇന്ന ഒരു സ്കൂളിലാണ് പഠിക്കാൻ താല്പര്യം, ഞാൻ അവിടെ മാത്രമേ കൊടുക്കുള്ളൂ. ട്രയൽ അലോട്ട്മെന്റിൽ വരുമോ, ഫസ്റ്റ് അലോട്ട്മെന്റിൽ വരുമോ, സാധ്യത കുറവാ അല്ലെ. അപ്പൊ അത് കാരണം കൊണ്ട് എന്തുണ്ടാവണം, നിങ്ങൾ ബെസ്റ്റ് സ്കൂൾ മാത്രം കൊടുത്ത് വെയിറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, കൂടുതൽ സ്കൂള് നിങ്ങൾ കൊടുക്കുക. ചിലർ കുറവ് സ്കൂൾ കൊടുത്തിട്ടുണ്ടാവും, 3 കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അത് കാരണം എഡിറ്റ് ചെയ്ത് കൂടുതൽ സ്കൂൾ കൊടുത്ത് നോക്കുക. നിങ്ങൾ എഡിറ്റ് വിൻഡോയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, കിട്ടാനുള്ള സാധ്യതകളൊക്കെ നിങ്ങൾ പതുക്കെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. മുമ്പ് പറഞ്ഞ പോലെ വ്യൂ റാങ്ക് ഡീറ്റെയിൽസ് നോക്കുക, ലാസ്റ്റ് അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഒരു കമ്പാരിസൺ ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്കിപ്പോ 3 കാറ്റഗറിയിലുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു അല്ലെ. ഇഷ്ടപ്പെട്ട ഒരു സ്കൂള് ആഗ്രഹിച്ച പോലെ കിട്ടിയ ആൾക്കാര്, അലോട്ട്മെന്റിൽ പേര് വന്നു, എന്നാ നമുക്ക് എന്തില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂളല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. പിന്നെന്താ, ഒന്നും കിട്ടാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, ആദ്യം എല്ലാവരോടും പറയാനുള്ള ഒരു കോമൺ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എഡിറ്റ് ചെയ്യുക, സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും അതിൽ ഇൻക്ലൂഡ് ചെയ്യാണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അതുപോലെ ഫൈനലായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ഫൈനൽ കൺഫർമേഷൻ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ ഒരു പ്രോസസ്സിൽ നിന്ന് മാറാനായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ ആഗ്രഹിക്കുന്ന ഗ്രൂപ്പ്, ചിലവർക്കാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ചിലർക്ക് കൊമേഴ്സ് മതി, ചിലർക്ക് സയൻസ് മതി. അപ്പൊ നിങ്ങളുടെ ആ ഡ്രീംസ് പോലെ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും ആയി തീരണം എന്ന് ആഗ്രഹം ഉണ്ടാവും അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വക്കീലാവണം, എനിക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, പൈലറ്റ് ആവണം അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയും പറയുന്ന പോലെ നിങ്ങൾ വിചാരിച്ച ആഗ്രഹം നിങ്ങൾക്ക് സഫലമാകട്ടെ. ഓൾ ദ വെരി ബ്ലെസ്സിങ്സ് ഫോർ മൈ ഡിയർ ചിൽഡ്രൻ. എല്ലാവരും നന്നായി വരട്ടെ. നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സ്കൂളിൽ നിങ്ങൾ ചെന്ന് എത്തിപ്പെടട്ടെ. നല്ല രീതിയിൽ പഠിക്കാനായിട്ട് നിങ്ങൾ നോക്കാം. ഇനി എല്ലാ അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് അവസാനം ആഗ്രഹിച്ച സ്കൂൾ കിട്ടിയിട്ടില്ല എന്നിട്ട് ടെസ്റ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. കിട്ടിയത് വെച്ച് പഠിച്ച് നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഡെവലപ്പ് ചെയ്യാൻ നോക്കാം അല്ലെ. അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കുക. എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾ എന്തായാലും ജീവിതത്തിൽ സക്സസ്ഫുൾ ആയി തീരട്ടെ എന്ന് ആശംസിക്കുന്നു.